ഇന്നത്തെ നെയ്മർ ഉണ്ടല്ലോ, അത് ഇല്ലാത്തതാണ്, കളിക്കാത്തതാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. സുഹൃത്തുക്കളെ, രാവിലെ 6 മണിക്ക് ബ്രസീലിന്റെ കളിയാണ്. അപ്പോൾ ഫാൻസ് രാവിലെ തന്നെ മൂഡ് ഓഫ് ആവാൻ നിൽക്കണ്ട. അപ്പൊ തന്നെ കേട്ടോളി, നെയ്മർ സ്ക്വാഡിൽ ഉണ്ടാവില്ല. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സുൽത്താൻ ഇല്ലാത്ത പടയാണ് ഇപ്രാവശ്യത്തെ ബ്രസീലിന്റെ പടം. ഇഞ്ചുറിയാണ്, ഹെയ്റ്റിക്കെതിരെയാണ് മത്സരം. ഒരുപക്ഷെ കളിക്കാനൊക്കെ പറ്റുമായിരുന്നു, പക്ഷെ ഇഞ്ചുറിയാണ്, കളിക്കാൻ പറ്റൂല. എനിക്കറിയാം, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. ലോകമെമ്പാടുമുള്ള ബ്രസീൽ ഫാൻസിന്, ബ്രസീലിനകത്തും പുറത്തൊക്കെ ഉള്ള ഫാൻസിന് ഇതിൽ ടെൻഷൻ ഉണ്ടാവും. എനിക്കും ടെൻഷൻ ഉണ്ട്. കാരണം അയാൾ അത്രമാത്രം ടീമിനോട് ലോയലാണ്, ആരാധകരോട് അത്രമാത്രം സ്നേഹമാണ്, ജെന്യൻ പേഴ്സൺ ആണ്, അയാളെ കളി കാണാൻ രസമാണ്. എന്തുകൊണ്ട് നിങ്ങളെ പോലെ തന്നെ നെയ്മർ കളിക്കാത്തതിന് എനിക്കും വലിയ ടെൻഷൻ ഉണ്ട്. പക്ഷേ ഇന്നത്തെ നെയ്മർ ഉണ്ട്, അത് ഇല്ലാത്തതാണ്, കളിക്കാത്തതാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. കാരണം ഒരു മാച്ച് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഒന്നും ഇപ്പോഴത്തെ നെയ്മറിനില്ല. അതിനേക്കാൾ നല്ല പ്ലേയേഴ്സ് ബ്രസീലിന്റെ സ്ക്വാഡിലുണ്ട്. അവർ കളിക്കലാണ് ബ്രസീലിന്റെ റിസൾട്ടിന് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളതായ അഭിപ്രായം ഉണ്ടാവും. നമ്മൾ മുന്നേ പറഞ്ഞപ്പം കുറേ ആളുകൾ നമ്മളെ പൊങ്കാലിട്ടുണ്ട്. നിങ്ങൾ വികാരം കൊണ്ട് അഭിപ്രായം പറയാതെ തലച്ചോറ് കൊണ്ട് അഭിപ്രായം പറഞ്ഞോളൂ, യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്നെ പൊങ്കാലിടുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെയല്ല സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ പൊങ്കാലിട്ടോളി, അതല്ല എൻ്റെ ഒരു ന്യായം. അപ്പം എന്തായാലും ബ്രസീലിൻ്റെ കളി രാവിലെ നടക്കുകയാണ്. അതിൻ്റെ മുന്നേ മൊറോക്കോൻ്റെ കളി ഉണ്ട്. കഴിഞ്ഞ കളി ബ്രസീലുമായിട്ട് മൊറോക്കോ നല്ല കളി കളിച്ചു, സമനിലയായി. കുറേ ആളുകൾ ബ്രസീൽ പോരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കളി നിങ്ങൾ കണ്ടോളൂ, മൊറോക്കോ എന്താണെന്ന് കാണാം. അപ്പം മനസ്സിലാവും ബ്രസീലിൻ്റെ സ്ക്വാഡ് എമ്മാതിരി സ്ക്വാഡാണെന്നുള്ളത്. അപ്പോൾ മൊറോക്കോനോട് കളിച്ച ബ്രസീലിനെ, സമനിലയായ ബ്രസീലിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. നെയ്മർ ഇല്ലാത്ത ബ്രസീലായിരിക്കും ഏറ്റവും നല്ല ബ്രസീൽ ഈ വർഷം എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അഭിപ്രായം പറയാം.